ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പൊ നമ്മളുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു വന്നേക്കാണ്. സോ ഇത് നമ്മളുടെ മൈൻക്രാഫ്റ്റ് ട്രയൽ ആണ് കേട്ടോ. റിയൽ മൈൻക്രാഫ്റ്റ് ഇല്ല, ഇതൊരു ട്രയൽ ആണ്. സോ നമുക്ക് അതുകൊണ്ട് ക്രിയേറ്റീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. ബട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് ഏകദേശം, അതായത് എന്താ പറയാ, ഞാൻ 2 വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് ഒരെണ്ണം എൻ്റെ അല്ല, മറ്റൊരെണ്ണം എൻ്റെ ആണ്. സോ നമ്മൾ ഇന്ന് പുതിയ വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. സോ സർവൈവൽ ആണ്. സോ ഇതൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യണം. സോ പിന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്താണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് റിയൽ മൈൻക്രാഫ്റ്റിന്റെ, അതായത് കറക്റ്റ്ലി റിയൽ മൈൻക്രാഫ്റ്റ് ആണിത്. കാരണം ഒരു ട്രയൽ എന്ന് മാത്രമല്ല, അതായത് കുറച്ച് മോഡുകൾ മാത്രമേ നമുക്ക് ഇതായിട്ട് വരുന്നുള്ളൂ. അതായത് ഇത് എന്താ പറയാ, കിട്ടാതെ വരുന്നുള്ളൂ. അതായത് കുറച്ച് കിട്ടാതെ വരും, അത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്. അത് നമുക്ക് എന്തുവാ ഗൈസ്, നിങ്ങള് റിയൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റി നിങ്ങൾ ട്രയൽ എടുത്ത് കളിച്ചാലും മതി. കാരണം ട്രയൽ ഏകദേശം അതേപോലെ തന്നെയാണ്. കുറച്ച് അപ്ഡേറ്റ് വ്യത്യാസങ്ങൾ മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഉണ്ടെന്ന്. ബാക്കി ഏകദേശം എല്ലാം ഒരേപോലെയാണ് കേട്ടോ. സോ ഗൈസ്, അപ്പം നമ്മളുടെ ഫസ്റ്റ് ആണ് തന്നെ കണ്ടോ, ട്രയലാണ് കേട്ടോ. സോ നമ്മളെ റിയൽ ഗെയിം എൻ്റെ ഫോണിനകത്ത് കയറുന്നില്ല, ഇപ്പം എന്ത് പറ്റുമെന്ന് അറിയില്ല. സോ ഇവിടെ ഫുള്ള് വെള്ളമാണ്. സോ നമുക്ക് അതിന് കുറച്ച് ട്രീ ആണ്, നമുക്ക് മരമൊക്കെ കട്ട് ചെയ്യേണ്ട ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മൾ ഇതിലെ കൂടി നടന്നു പോകുമ്പോൾ നമ്മളൊരു മരം കണ്ടു കേട്ടോ. സോ ഇത് ഒത്തിരി റോക്കൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് 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 അതൊരു എന്താ പറയാ, നമ്മളുടെ അത് തന്നെ വില്ലേജറിന്റെ ഹൗസ് അല്ലേ, അതായത് ഇവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന് അർത്ഥം. ഗൈസ് നമുക്ക് പറപ്പിക്കാം. പറപ്പിച്ചാൽ ഇപ്പം നമ്മൾ താഴെ കിടക്കും. നമ്മൾ അല്ലെങ്കിൽ അതിന്റെ മണ്ടക്കൂടി പോകണം, മണ്ടക്കൂടി. സോ ഗൈസ്, അപ്പം നമ്മളിതാ നമ്മളുടെ വില്ലേജിന്റെ അടുത്തെത്തി ഗൈസ്. ഗൈസ് ഞാൻ അൺഅക്സെപ്റ്റഡ്, അതായത് അൺഅക്സെപ്റ്റഡ് ആയിട്ട് നമുക്ക് സത്യം പറയാം, ഞാൻ കണ്ടില്ല. നമ്മൾ സ്പോൺ ആയതിന്റെ ഏകദേശം കുറച്ച് ലെഫ്റ്റ് വേർഡിലോട്ടാണ് ഇത് കിടക്കുന്നത്. ഞാൻ ആ ഒരു സാൻഡ് കഴിഞ്ഞിട്ട് അവിടുന്ന് ബാക്കിലോട്ട് ഇറങ്ങി ലെഫ്റ്റിലോട്ട് പോയപ്പോഴാണ് സ്ഥലം എത്തിയത്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഹൗസ്. ഇത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എടാ, ഇത് പുതിയ അപ്ഡേറ്റ് വന്നതാണ് കേട്ടോ. കാരണം വില്ലേജറിന്റെ അപ്ഡേറ്റ് വന്നതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പം ഇവർ സ്റ്റോൺ അഡ്വാൻസസിലാണ്. അതായത് സ്റ്റോണ് വെച്ച് വലിയ വലിയ ഇതൊക്കെ ഉണ്ടാക്കി, അതായത് ഇതൊക്കെ എന്താ പറയുന്നത്, സ്കൾപ്ചർ അല്ലേ, ഇതിന്റെ പേരെന്താണ്, അതായത് ഒരു കൊട്ടാരം പോലെ ഉണ്ടാക്കുക. അതാണ് ഇതിനകത്ത് തന്നെ. ഇതൊരു അറ്റാക്കിംഗ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ കൊടുത്തത്. ഇതിനകത്ത് അയൺഗോളം ഇല്ല കേട്ടോ, ഇവിടെ അയൺഗോളം ഇല്ല. എന്താണ് ഇത്? എടാ, ഇവിടെ തന്നെയാണ് നമ്മൾ വന്നത്. ഓക്കെ, ബാക്കിലോട്ടാണ് നമ്മൾക്ക് പോകേണ്ടത്. കേറേ, അത്രേ ഉള്ളൂ. ഇവിടെ ഒന്നും ഇല്ലടാ, ഞാൻ ചുമ്മാ എടാ ഒരു ഡോറുണ്ട്. സോ ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഒന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല. സോ ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല. സോ അപ്പം ഞാൻ പിന്നെ പറഞ്ഞു, നിങ്ങൾ ചാനൽ സബ് ചെയ്താണ് കാണുന്നത്, നിങ്ങൾ എപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിന്റെ പുതിയ ഒത്തിരി വീഡിയോസ് വരുന്നതായിരിക്കും. അതായത് നമ്മളിവിടെ ഉദ്ദേശിച്ചത് നമുക്കൊരു ഡയമണ്ട് വരെ എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രയൽ അത്ര നേരം കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം റിയൽ ഗെയിം നമുക്ക് കിട്ടുന്നില്ല. അതായത് നമുക്ക് എൻ്റെ ഫോണിലോട്ട് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഡിവൈസിലോട്ട് കയറുന്നില്ല. ഗൈസ്, നമുക്ക് ലെതർ പാൻസും ലെതർ മറ്റേ ബൂട്ട്സും കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല ഗൈസ്. ഈ വില്ലേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഫുൾ ഏകദേശം ഒരു 80% 70% ഇതാണ്. അതായത് ഇത് വെച്ചുണ്ടാക്കിയതാണ്, കല്ല് വെച്ചുണ്ടാക്കിയതാണ്. സോ അതാണ് ഇപ്പം വന്ന അപ്ഡേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. എടാ, പിങ്ക് ഹൗസാ, ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതായത് ഇപ്പം ഈ വില്ലേജിന് വന്ന അപ്ഡേറ്റ് അതാണെന്ന് തോന്നുന്നു, എനിക്ക് ബാക്കി അറിയത്തില്ല. സോ ഇത് കൊള്ളാം, ഇത് നമുക്ക് വീടാക്കും ഗൈസ്. ഓക്കെ, സോ ഇതിന്റെ മേളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വലിയ വില്ലേജാണ് കേട്ടോ. വലിയ വില്ലേജ് എന്ന് വെച്ചാൽ വളരെ വലിയ വില്ലേജാണ്. കാരണം ഇവിടം തൊട്ട് അങ്ങോട്ട് അത്രയും ഉണ്ട് ഇത്. ഓക്കെ 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 എടാ, തീ ഞാൻ ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ്. നമ്മളൊരു ട്രീ വെട്ടാൻ പോവാണ് ഇനി തൊട്ട്. കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. സോ എടാ, ഇലയൊക്കെ വന്നിരുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആക്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ നമ്മളടുത്ത കോബിൾ സ്റ്റോൺ മൈനിങ് ആണ് തുടങ്ങുന്നത്. ക്രീപ്പർ ചത്ത്. അലക്സ് വാസ് ബ്ലൂൺ അപ്പ് ബൈ ക്രീപ്പർ. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മൾ എത്തിയിട്ടുണ്ട്, സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ.
അതായത് നമ്മളിപ്പം അടുത്ത ഒരു ഡേയിൽ നമ്മൾ എത്ര പ്രാവശ്യം ചത്താലും നമുക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് എത്താം. ബട്ട് ഹാർഡ് കോർ ആയിരുന്നു നമ്മൾ അപ്പം തീർന്നേനെ. സോ നമുക്ക് ഹാർഡ് കോർ കളിക്കണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ, ഹാർഡ് കോർ കളിക്കണോ വേണ്ടയോ എന്ന്. അതായത് ഇതിനകത്ത് റിയൽ മൈൻക്രാഫ്റ്റിൽ അങ്ങനെയാണ്, ഹാർഡ് കോർ നമ്മൾ കളിക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് സ്പോൺ ആവാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഈ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവാൻ സ്പോൺ ആവാൻ പറ്റില്ല. ബെഡ് വെച്ച് കാര്യമില്ലെന്നർത്ഥം. ഒരു സ്ഥലത്ത് സ്പോൺ ഏരിയ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പിന്നെ നമ്മൾ സ്പോൺ ആവത്തില്ല. ഒരു ടെമ്പററി സ്പോൺ ഏരിയ ആണത്. രാത്രിയാവുമെന്ന് തോന്നുന്നു. രാത്രിയാവണം തോന്നുന്നു. നമുക്ക് എന്തായാലും ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അയൺകോൾ ഇല്ലാത്ത ഭയങ്കര ഒരു എന്താ പറയുക കുറവാണ് കേട്ടോ. അതായത് ഇപ്പം വില്ലേജസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആരുമില്ല. അയൺകോളത്തിന് നമ്മൾ എങ്ങനെ ഇവിടെ സ്പോൺ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. എടാ മറ്റേ ഐസ് ബ്ലോക്ക് വെച്ച് സ്പോൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അത് ചെയ്യാൻ പറ്റും. ഇത് രാത്രിയായില്ലേ? രാത്രിയായല്ലോടാ കടന്ന്. ഓക്കെ. ഓടാ കിടില്ല. നമ്മൾ കാണുന്നത് ഇതല്ലേ കേട്ടോ. നമ്മൾ സാധാ കാണുന്നത് വേറെയാണ്. സാധാ നിങ്ങൾക്ക് ഉറങ്ങുമ്പം നിങ്ങൾ വേറെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് വേറെ ഇതാണ് കാണുന്നത്. നമുക്ക് മൈനിങ് പരിപാടിയൊക്കെ തുടങ്ങാം. സോ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡയമണ്ട് അല്ലെങ്കിൽ ഗോൾഡ് വരെ എത്തിക്കുന്ന വരെ നമുക്ക് കുറച്ച് ഇതൊക്കെ കാണും കേട്ടോ. 2 ഫുഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഫുഡ് എനിക്ക് കുറവ്. എടാ അവിടെ ഒരു ടോർച്ച് കത്തിച്ച് വെച്ചിരുന്നുണ്ടോ? അവിടെ ടോർച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കാം. ആൻഡ് ഗൈസ് മാക്സിമം നമ്മൾ ഇനി ചാവാതെ രക്ഷപ്പെട്ടാണ് കളിക്കേണ്ടത്. നമ്മൾ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ചത്തിട്ടുള്ളൂ ഗൈസ്. സോ എടാ അവിടെ മേലോട്ട് വില്ലേജ് ഉണ്ട് കേട്ടോ. എടാ ഷീപ്പ്. ഓക്കെ. അവൻ താഴെ പോയിട്ടുണ്ട്. ഞാനും താഴെ പോയിട്ടുണ്ട്. ഓക്കെ. സോ ഗൈസ് അപ്പോൾ ഇവിടെ നമുക്ക് മൈനിങ്ങിനായിട്ട് ഒത്തിരി സ്ഥലം കിടപ്പുണ്ട്. അതായത് മൈനിങ്ങിന് ഇവിടെ എന്ന് വെച്ചാൽ കോബിൾ സ്റ്റോൺ ഇഷ്ടംപോലെ 1000 കോബിൾ സ്റ്റോൺ ഇവിടെ ഉണ്ട്. സോ അതൊരു നമുക്ക് കോബിൾ സ്റ്റോണിന്റെ ഷോർട്ടേജ് വരത്തില്ല. എന്നാൽ ബാക്കിയുള്ളതിന്റെ ഷോർട്ടേജാണ് ഞാൻ ഇപ്പം നോക്കുന്നത്. അതായത് ഇത് നമ്മൾ ചുമ്മാ പൊട്ടിക്കുവാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ അയൺ കിട്ടിയില്ലെങ്കിൽ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ഇനി പിന്നെ ഫാർ പ്ലേസസിലോട്ട് നമ്മൾ പോകേണ്ടി വരും. സോ അതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഗൈസ് അപ്പോൾ ഇവിടെ ടോർച്ച് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കത് മൈനിങ് സൈറ്റ് അത്. നമുക്ക് മറ്റേ കോൾ കിട്ടിയിട്ടുണ്ട്. കോൾ നമുക്ക് ഫർണാസിന് ഉപയോഗിക്കാം. സോ പിന്നെ വേറെ കോൾ വെച്ചാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കാൻ ഭയങ്കര ആവശ്യമാണ്. സോ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് മറ്റേ ഇതുണ്ടാക്കാം, ഫർണസ് ഉണ്ടാക്കാം. സോ ഗൈസ് ഫർണസ് എന്ത് ചെയ്യേ? ഫർണസ്. സോ നമ്മൾ ഫർണസ് ഉണ്ടാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ സോഡ് അല്ല നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാം. സോഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഫർണസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കോള് വെച്ചിട്ട് വെക്കട്ടെ. അല്ല കോള് വെച്ചിട്ടോ സെറ്റ്. ഓക്കെ, നമുക്ക് മൈൻ ചെയ്യാം. എടാ സോംബി. ഇവനിപ്പോ എവിടുന്ന് കയറി വന്നടാ? നിന്റെ ലെതർ ഹെൽമെറ്റ് ഉണ്ട്, അതെനിക്ക് വേണം. സോ ഈ റോട്ടൻ സംഭവം അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇത് വെച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണവും ഇല്ല. പിന്നെ നമ്മൾ ചുമ്മാ ഈ സാധനം പിടിച്ചോണ്ട് നടക്കേണ്ടി വരും. ചുമ്മാ എടുത്തോണ്ട് നടക്കണം ഗൈസ് ഇത്. ഓക്കെ, നമുക്ക് മൈനിങ് തുടരാം. സോ ഗൈസ് അപ്പോൾ നമ്മൾക്ക് കോപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ ഈ കോപ്പർ നമ്മളുടെ അഡ്വാൻസസ് ഓരോന്നായിട്ട്, അതായത് കോബിൾ സ്റ്റോൺ കഴിഞ്ഞ് നമുക്കിപ്പോൾ കോപ്പർ കിട്ടിയിട്ടുണ്ട്. സോ കോപ്പറിന് ശേഷം നമുക്ക് അയണാണ് വേണ്ടത്. അയണിന് ശേഷം നമുക്ക് ഗോൾഡ് അങ്ങനെ പോകണം. സോ മിക്കവാറും ഈ എപ്പിസോഡിലൊന്നും അയണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 1-2 എപ്പിസോഡും കൂടി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും കിട്ടുന്നത്. അയൺ അത്ര പെട്ടെന്ന് കിട്ടത്തില്ല ഗൈസ്. ഗോൾഡ് അതിനേക്കാൾ റെയറാണ്. സോ നമ്മളുടെ അയൺ പിക്കാക്സ് പെട്ടെന്ന് സംഭവങ്ങൾ തീർക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതി ഗൈസ്. അതായത് ഇന്ന് നമുക്ക് ഇത്രയും സംഭവങ്ങൾ മതി. സോ വേറെ നമുക്ക് ഒന്നും ആവശ്യമില്ല. സോ ആണ് നമ്മൾ ചിക്കൻ കഴിച്ച് നമ്മൾ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ഇതെല്ലാം കൊണ്ട് വെച്ച്, അതായത് ഇതെല്ലാം നമുക്കൊരു സ്ഥലത്തോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് രാത്രി ആവുന്നെന്ന് തോന്നും. സോ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടേക്കാം. ഇവിടേക്കും ഇരുട്ടാണല്ലോ, എനിക്ക് തോന്നുന്നു അങ്ങനെ രാത്രി ആവുന്നുണ്ടെന്ന്.
സോ ഇത് നമുക്ക് അങ്ങ് പൊട്ടിച്ചളഞ്ഞിട്ട് നമുക്ക് നേരെ ഇതും കൊണ്ട് പോവാം. ഇത് ഒത്തിരി സമയം എടുക്കുമല്ലേ. ഓക്കെ, സോ ഗൈസ് അപ്പം ഇത് ഇല്ലില്ല എടാ പകല് തന്നെ കേട്ടോ. അപ്പം നമുക്ക് ഇപ്പുറത്തൂടി പോയിട്ട് മേലിലോട്ടൊക്കെ പോയെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് മിസ്. ഓക്കെ എടാ ചാവില്ല, എൻ്റെ താഴോട്ട് വീണെങ്കിൽ അപ്പം ചാവും. ഓക്കെ, നമ്മൾ ജമ്പ് ചെയ്ത് പോവാണ്. എടാ സോംബി എടാ ഇവനെ നമുക്ക് കില്ല് ചെയ്ത് നമുക്കേ ഇത് കിട്ടും. എന്തിൻ്റെ പേര് ഈ സംഭവം ഗോൾഡ് ആർമർ ഫുള്ള് കിട്ടുമെന്ന് തോന്നുന്നു. ഇല്ല ഫുള്ള് കിട്ടത്തില്ല, എന്നാലും ഏകദേശം ഉള്ള എല്ലാം കിട്ടും കേട്ടോ. സോ നമുക്ക് അവനെയും കൊല്ലണം. സോ ഓക്കെ പൊട്ടിക്കട്ടെ. ഇതങ്ങ് പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ സോഡ് അങ്ങ് എടുക്കുക. സോ ചർക്ക ഇപ്പം ഇങ്ങോട്ട് കയറി വരും. താഴോട്ട് വീടുണ്ട്. ചത്തിട്ടുണ്ട്. സോ അപ്പം നമുക്ക് കിട്ടി. ഇല്ലില്ല ഫോൾ ഡാമേജ് ഒന്നാണ് ഞാൻ ചത്തത്, അതുകൊണ്ടായിരിക്കും കിട്ടാൻ ഞാൻ തോന്നുന്നു. സോ അപ്പം നമുക്ക് മേലോട്ട് പോവാം. മേലോട്ട് പോയിട്ട് അവിടെ കുറച്ച് വില്ലേജസ് ഉണ്ട് ഗൈസ്, അത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഇവിടൊക്കെ ഇഷ്ടം പോലെ വില്ലേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ കോഴിയൊക്കെ പോകണ്ട് ഗൈസ്. അയ്യോ എന്തി ഓക്കെ കൊന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ് ഇവിടെ കൊള്ളാം കേട്ടോ, സെറ്റപ്പ് ഒക്കെ കിടിലമാണ്. ഓക്കെ ഇതങ്ങ് അടച്ചിട്ടേക്കാം. സോ എടാ ഇത് ഫർണസ്, എത്ര ഫർണസ് എടാ? ഫർണസിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? കാണത്തില്ല. ജസ്റ്റ് നമുക്ക് അയൺ കിട്ടി. ബട്ട് അയൺ നമുക്ക് വേണ്ട, നമുക്ക് അയൺ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ലെതറൊക്കെയാണ് നമുക്ക് കോമൺ ആണ്, അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, ബീട്രൂട്ട് ഉണ്ട് ഇവിടെ കേട്ടോ. ബീട്രൂട്ട് അത് കൊള്ളാം. ഓക്കെ ബീട്രൂട്ട് കിട്ടി. ബീട്രൂട്ട് ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പം നമുക്കൊരു ഫാമൊക്കെ തുടങ്ങണം. ഫാം ഉണ്ടെങ്കിൽ നമുക്ക് അയണിൻ്റെ ഒരു അഡ്വാൻസ്മെന്റ് ആയാൽ മാത്രമേ നമുക്ക് സംഭവം ചെയ്യാൻ പറ്റൂ. അതായത് ഇവിടെ നമുക്ക് ഇപ്പം ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ പറ്റത്തില്ല. ഇപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ ഒത്തിരി വരും കൈസ്. 25 എന്ന് പറയുമ്പോൾ ഇവിടെ 2 എണ്ണം വെച്ച് അങ്ങനെ എത്ര എണ്ണത്തിന്? ഇപ്പം അതിന് 3, 4, 5, 6, 7, അത് 14 എണ്ണം. അങ്ങനെ 14 എണ്ണം അത്രേ വരത്തുള്ളൂ. അപ്പം ഈ പൊട്ടറ്റോ അതിനേക്കാൾ വരും. സോ ഇതിൻ്റെ ഇടയ്ക്ക് റോട്ടെണ്ണം വരും കേട്ടോ, അതൊരു പ്രശ്നമാണ്. ഇതിനകത്തൊരു റോട്ടറുണ്ട്, അത് ഞാൻ കണ്ടു. സോ ഓക്കെ അപ്പം കാണുന്നുണ്ടോ 35 പൊട്ടറ്റോ ഒരു റോട്ടറിനും ഉണ്ട്. അപ്പം 35 പൊട്ടറ്റോയ്ക്ക് അതെനിക്ക് തോന്നുന്നൊരു ബാക്കി ഒരു 20 എണ്ണമെങ്കിലും നിൽക്കും. ഞാൻ പറഞ്ഞില്ല 22 എണ്ണം നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് നമുക്ക് ഒത്തിരി ഇത് കിട്ടിയിട്ടും നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സീഡ്സ് ഒന്നും ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെന്നിന്റെ ഫാമൊക്കെ തുടങ്ങാനും അതിനൊക്കെ നല്ലതാണ്. എടാ നമുക്ക് ഈ താഴോട്ടൊന്ന് പോയി നോക്കിയാലോ. വെള്ളമാണെന്ന് തോന്നുന്നു താഴെ. അതെ വെള്ളമാടാ, നമുക്ക് വെള്ളമാണെങ്കിൽ പിന്നെ തിരിച്ച് കയറുന്ന ഏതാ വഴിയാ? അതൊരു ഡൗട്ട്. അത് കയറാൻ വഴിയൊക്കെ നമ്മൾ സുഖമായിട്ട് ഇറങ്ങി നമ്മളെല്ലാം സെറ്റാക്കിയേനെ. അടുത്ത എപ്പിസോഡ് നമ്മൾ വരുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇറങ്ങിയിട്ട് കയറാൻ പറ്റുന്ന വഴിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് പതുക്കെ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യാം. ഓക്കെ ഫുഡൊന്ന് കഴിച്ചോട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇതും കൂടി പൊട്ടിക്കാം. ഓക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എടാ ഇത് ഒത്തിരി കോബിൾ സ്റ്റോൺ ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം നമുക്കിവിടെ അയൺ കിട്ടുമെന്ന്. ഓക്കെ അവനെ ചേർത്ത് നമുക്ക് ഫുഡ് മസ്റ്റ് കളക്ട് ചെയ്തോണം. ഓക്കെ നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാണ്ടോ. എടാ എന്തോ ആരും അമ്പ് വിടുന്നുണ്ട് കേട്ടോ. അയ്യോ സ്കെൽറ്റൻ എടാ സ്കെൽറ്റൻ നമ്മൾ മാരമാതി മിസ്സാക്കി കളയാൻ നോക്കുക. സ്കെൽറ്റണെ വെയിലത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുഖമാണ്. എടാ വെയിലത്തോട്ട് വാടച്ചറക്ക വെയിലത്തോട്ട്. ഒയ് പോയി. എന്താ വെയിലത്ത് വാടാ. ഇത് ശരിയാകത്തില്ല. എടാ ഇരുട്ടായി ഓടിക്കോ. ഇരുട്ടായി ഇനി സീന. അവിടെ ചന്ദ്രൻ വന്നിട്ടുണ്ട്. സോ ഇനി സീന. ഇനി നമ്മൾ ഈ കിടന്ന് ഗോസ്റ്റ് കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പോ
എനിക്ക് ഓക്കെ ഇനിയിപ്പോ നമുക്ക് എല്ലാം വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ നമുക്ക് ഇന്ന് 3 ദിവസം നമ്മൾ ഏകദേശം ഇത് 3-ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസം കൂടി കഴിയുമ്പം നമ്മളുടെ വീഡിയോ എൻഡ് ആവുകയാണ്. അതായത് ഈ 3-ാമത്തെ ദിവസം രാത്രി നമ്മളുടെ വീഡിയോ എൻഡ് ആവും. സോ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം, നമ്മളുടെ കൊട്ടാരത്തിൽ കിടന്നുറങ്ങാം. ഓക്കെ, കഥ അടച്ചോ. ആൻഡ് സോ നമുക്ക് കിടന്നുറങ്ങാം. മേളിലോട്ട് പോവാം. ഓക്കെ ഓക്കെ സോ നമുക്ക് ഇത് രണ്ടും ഇവിടെ എടുത്ത് വെക്കാം. ഓക്കെ സോ നമ്മളുടെ ഫർണസിലോട്ട് വെക്കാൻ നമുക്ക് കോപ്പർ ഉണ്ട്, പിന്നെ 6 കോൾ ഉണ്ട് കേട്ടോ. സോ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാം. നമുക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണ്ണിക്കാം. അല്ല, രാവിലെ എണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ രാത്രി അങ്ങോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മൾ നേരെയാണ് എണ്ണിക്കുന്നത്. സോ നമ്മൾ മേളിലെത്തിപ്പോയി, അത് കുഴപ്പമില്ല കേട്ടോ. സോ ഇവിടെ നിന്ന് നൈസ് വ്യൂ ഉണ്ടോ. ഒത്തിരി താഴോട്ട് പോകണ്ട. അല്ല, ഇവിടെ ബെഡില്ലടാ ഇറക്കാ. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നു. നിൽക്കേ, നമുക്ക് പുറത്തോട്ട് പോകണം. നമ്മളെ കൊച്ചു സോമ്പി അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. പോയി. സോ ആ കൊച്ചുകൂരി ഇവിടെ വന്ന് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കര സ്പീഡാണ് അവൻ. സോ നമുക്ക് നേരെ ഇവിടെ കയറി കിടന്ന് ഇറങ്ങാം. ഓക്കെ, ഹേബേയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് ഓക്കെ, ഇതിനകത്ത് കയറാം. എടാ ചെറുക്കാ, എന്താടച്ചേ, കാരണം അടുത്ത സാധനം കൂടി കയറി വന്നു കഴിഞ്ഞാല് ഓക്കെ കഴിയുന്നുണ്ട്. സോ അപ്പം നമ്മളുടെ വീഡിയോ വൈൻഡ് ഇപ്പോൾ സമയമുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. സോ നിങ്ങൾക്ക് ഹാർഡ് കോറിനകത്ത് കളിക്കണം നിങ്ങൾ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അപ്പം നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്സ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. ഓക്കെ ഗായ്സ്, ബൈ.